ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എന്താ മാവ് ഇത്ര നാളായിട്ടും പൂക്കാത്തേ കായ്ക്കാത്തേന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് എൻ്റെ മാവാണെന്ന്. അല്ല, ടീച്ചർ ആൻറ്റിയുടെ മാവാണേ. ഇത് ടീച്ചർ ആൻറ്റി വളരെ ലേറ്റായിട്ടാണ് മാവ് ഇപ്രാവശ്യം പൂത്തത്. അതിൻ്റെ വിഷമം നല്ലോണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളുടെ വിഷമം കണ്ടിട്ടാണെന്ന് തോന്നുന്നു അവൻ ലേറ്റായിട്ടായിരുന്നാലും നന്നായിട്ട് പൂക്കുകയും ചെയ്തു, നന്നായിട്ട് കാ പിടിക്കുകയും ചെയ്തു. ഈ മാവിൽ ഈ കണ്ണിമാങ്ങ മുതൽ ലാസ്റ്റ് മാങ്ങ വരെ ഈ ടീച്ചർ ആൻറ്റി എല്ലാ സ്റ്റേജിലുള്ളതും എനിക്ക് തരും കേട്ടോ. വളരെ സ്നേഹത്തോടുകൂടിയാണ്. അങ്ങനെ അതുപോലെ കുറേ സ്നേഹത്തോടുകൂടി തന്നതാണ് ഈ മാങ്ങ. ഇങ്ങനെ ഒടിച്ചെടുത്തതാണ്, മുകളിൽ കയറി ഒടിച്ചെടുത്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ണിമാങ്ങ അച്ചാറിടാമെന്ന്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ് ഇതിനെ കഴുകി ഉണക്കിയല്ല, കഴുകി തുടച്ച് ചൊനയോടുകൂടി, ചൊനാന്ന് പറഞ്ഞാൽ കറയാണ്, ആ കറയോടുകൂടി ഈ ഗ്ലാസ് ജാർ എനിക്ക് ടീച്ചർ ആൻറ്റി വാങ്ങിയപ്പോൾ എനിക്കും കൂടെ ഒരെണ്ണം തന്നതാണേ. അതിലിട്ടതാണ്. ഇതിന് കല്ലുപ്പും ഇത് മാത്രം മതി. ആദ്യം ഒരു ലെയർ മാങ്ങ ഇട്ടിട്ട് വീണ്ടും നമ്മൾ ഇത് നല്ല ഡ്രൈ ആവണം. നമ്മുടെ കൈയൊക്കെ നല്ല ഡ്രൈ ആക്കണം. ഒരു തുള്ളി വെള്ളമൊന്നും പാടില്ല. എന്നിട്ട് അതിൻ്റെ മീതെ കല്ലുപ്പിടണം, വീണ്ടും മാങ്ങ ഇടണം, വീണ്ടും കല്ലുപ്പിടണം, വീണ്ടും മാങ്ങ ഇടണം, വീണ്ടും കല്ലുപ്പിടണം. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് മൊത്തം ഉണ്ടെന്ന്. ഇല്ല, ഇതിൻ്റെ പകുതിയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിനി ചുരുങ്ങി വരുമ്പോഴത്തേക്ക് അതിനെക്കാട്ടിലും താഴ്ന്നു പോകും. അങ്ങനെയാണേ. അപ്പോൾ ഇനി ഒരു 10-20 ദിവസം കഴിഞ്ഞ് നമുക്കിത് നോക്കാം. അതിന് മുന്നേ വേണേൽ കാണാം. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, കാണാമേ.